ലാസ്റ്റ് തന്ന വീഡിയോയുടെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് നമ്മൾ ലാസ്റ്റ് തന്ന ക്ലാസ്സിൽ അവസാനം പറഞ്ഞത്. ഓവറിയുടെ സ്ട്രക്ചറാണ് ലാസ്റ്റ്. കോർപ്പസ് ആൽബിക്കൻസ് വരെയാണ് പിന്നീട് പറഞ്ഞത്. ഇത് അതിൻ്റെ തന്നെ മറ്റൊരു കളർഫുൾ പിക്ചർ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നേരത്തെ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓവറി, ഒവേറിയൻ ഫോളിക്കിൾസ്, ഗ്രാഫിയൻ ഫോളിക്കിൾസ് പൊട്ടി, ഓവുലേഷൻ, പിന്നെ കോർപ്പസ് ലൂട്ടിയം, ദെൻ കോർപ്പസ് ആൽബിക്കൻസ്. ഓക്കെ, ഇതും അതിൻ്റെ തന്നെ മറ്റൊരു ഡീറ്റെയിൽഡ് ഫിഗറാണ്. കുറച്ചും കൂടെ ഒരു കളർഫുൾ ഫിഗർ എന്ന് മാത്രമല്ല, ദർ ഇസ് നത്തിങ് മോർ. ഇത് ഓവറിയുടെ TS ആണ്, ട്രാൻസ്ഫർ സെക്ഷൻ. നമ്മൾ നേരത്തെ ടെസ്റ്റിസ് കാണിച്ച അതേപോലെ തന്നെ അത് ശരിയായിട്ടുള്ള ഓവറി കട്ട് ചെയ്ത് അതിന് മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്, ഹിസ്റ്റോളജിയാണ് കാണിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒവേറിയൻ ഫോളിക്കിൾസും അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾസിൻ്റെയൊക്കെ ക്രോസ് സെക്ഷൻ കാണാം. ഇതിനകത്ത് മറ്റൊരു ഇമ്പോർട്ടൻസ് ഉള്ള നമുക്ക് ഈ വർഷം അവസാനം പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് സ്ലൈഡ് കാണിക്കുമ്പോൾ ഈ സ്ലൈഡ് മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ, യെസ്. നമുക്കിനി പഠിക്കേണ്ടത് ഫീമെയിൽസിൻ്റെ മറ്റൊരു റിപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ദാറ്റ് ഈസ് ഓവറി കഴിഞ്ഞാൽ വരുന്ന രണ്ടാമത്തെ പാർട്ടാണ് യൂട്രസ്. യൂട്രസ് എല്ലാവർക്കും അറിയാം, സ്ത്രീകൾക്ക് ദൈവം നൽകിയ മറ്റൊരു വരദാനം എന്ന് വേണം പറയാം. യൂട്രസ് ഇറ്റ് ഈസ് എ മസ്കുലാർ ബാഗ് ലൈക്ക് സ്ട്രക്ചർ സീൻ ഓൺ ദി ലോവർ അബ്ഡമൻ. യൂട്രസിൻ്റെ ജനറലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. യൂട്രസ് മസിൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സഞ്ചി, അതിൻ്റെ ഇരുവശങ്ങളുമായിട്ട് ഒരു 10-12 സെൻറ്റിമീറ്റർ നീളമുള്ള ഫെല്ലോപ്പിൻ ട്യൂബുകൾ കാണാം. പിന്നെ ഇത് രണ്ട് നേരത്തെ നമ്മൾ പഠിച്ച ഓവറി. ഇതുവരെയാണ് യൂട്രസ് ഉള്ളത്. യൂട്രസിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് സെർവിക്സ് എന്ന് പറയും. പിന്നെ അത് തുറക്കുന്നത് ഒരു ട്യൂബിലേക്കാണ്, ദാറ്റ് ഈസ് വജൈന. അതിൻ്റെ കുറച്ചും കൂടെ മറ്റൊരു ഫിഗറാണ് നിങ്ങൾ കാണുന്നത്. യൂട്രസിൻ്റെ കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടുള്ളൊരു ഫിഗർ. ഇവിടെ നേരത്തെ കണ്ടതുപോലെ തന്നെ യൂട്രസിൻ്റെ ഈ അപ്പർ പാർട്ട്, നമ്മളതിനെ യൂട്രസിൻ്റെ ഈ മുകൾ ഭാഗം, ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് എസ് ഫണ്ടസ് എന്നാണ് പറയുക. ഓക്കെ, യൂട്രസിൻ്റെ ഓപ്പണിംഗ് ദാറ്റ് ഈസ് സെർവിക്സ്. അപ്പം ഇതിൻ്റെ മുകൾ ഭാഗം ഫണ്ടസ്, ഇതിൻ്റെ ഈ ഓപ്പണിങ് സെർവിക്സ് എന്ന് പറയും. മൗത്ത് ഓഫ് ദ യൂട്രസ് ഈസ് കോൾഡ് സെർവിക്സ്. ഓക്കെ, നൗ യൂട്രസ് ഈസ് മെയ്ഡ് ഓഫ് a particular type of muscle. That muscle is called myometrium. The first term, myometrium. Uterus is made of a muscle called myometrium. ഈ മയോമെട്രിയത്തിൻ്റെ പുറം ഭാഗം യൂട്രസ് is covered by a thin covering that is called perimetrium. Okay, externally myometrium is covered by perimetrium, a thin membrane. Internally uterus is covered by a thick region, a thick membrane or thick structure, that is what is called endometrium. Third one, endometrium. അപ്പോൾ നടുക്ക് മയോമെട്രിയം, അതിൻ്റെ പുറംവശത്ത് നേരിയ പെരിമെട്രിയം, ഉൾവശത്ത് കുറച്ചും കൂടി കട്ടിയുള്ള എൻഡോമെട്രിയം. എൻഡോമെട്രിയം തുടക്കത്തിൽ വളരെ തിന്നാണെങ്കിൽ പോലും ഗർഭധാരണം നടന്ന് കണ്ടിന്യൂ ചെയ്യുന്നതനുസരിച്ചിട്ട് എൻഡോമെട്രിയം തിക്കനായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇനി ഈ യൂട്രസിൻ്റെ മൗത്ത് എന്ന് പറയുന്നത് ഐ ടോൾഡ് യു ദാറ്റ് ഈസ് സെർവിക്സ് ഓപ്പൺസ് ടു വജൈന. വജൈന ഈസ് എ സ്മോൾ ട്യൂബ്. ഈ ട്യൂബിനകത്ത് ധാരാളം ഗ്ലാൻഡുകൾ കാണാം. ദാറ്റ് ഗ്ലാൻഡ് ഈസ് കോൾഡ്, വജൈനൽ ഗ്ലാൻഡ് ഈസ് കോൾഡ് ബാർത്തോളിൻസ് ഗ്ലാൻഡ്. ഓക്കെ, BARTHOLINS, ബാർത്തോളിൻസ് ഗ്ലാൻഡ്. ബാർത്തോളിൻസ് ഗ്ലാൻഡ് ഒരു ആസിഡിക് സെക്രീഷൻസ് ഉണ്ടാക്കും, മ്യൂക്കസ് ഉണ്ടാക്കും, അതുപോലെ തന്നെ ആസിഡിക് സെക്രീഷൻസ് ഉണ്ടാക്കും. യൂട്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ട്യൂബാണ്, അണ്ടവാഹിനിക്കുഴൽ എന്ന് പറയുന്ന ഫെല്ലോപ്പിൻ ട്യൂബ്. ഈ ഫെല്ലോപ്പിൻ ട്യൂബ് അതിൻ്റെ അറ്റം ഫണൽ ഷേപ്ഡ് ആയിരിക്കും. ആ ഫണൽ ഷേപ്ഡ് അറ്റത്തെ നമ്മൾ ഇൻഫണ്ടിബുലം എന്നാണ് വിളിക്കുക, ഇൻഫണ്ടിബുലം. ഓക്കെ, ഈ ഫണൽ ഷേപ്ഡ് ട്യൂബിൻ്റെ അറ്റത്ത് കുറേ ഫിംഗർ പോലത്തെ പ്രൊജക്ഷൻസ് കാണാം. ദാറ്റ് പ്രൊജക്ഷൻസ് ആർ കോൾഡ് ഫിംബ്രിയേ എന്ന് പറയും, ഫിംബ്രിയേ. ഓക്കെ, ഫണൽ ഷേപ്പിന് ഇൻഫൻറ്റിബുലം, അതിൻ്റെ അറ്റത്തുള്ള ഫിംഗർ പോലത്തെ ഭാഗത്തിന് ഫിംബ്രിയ എന്ന് പറയും. ഇനി യൂട്രസ്, ഈ ഫെല്ലോപ്പിൻ ട്യൂബിൻ്റെ ഈ മുകൾ ഭാഗം, ഞാൻ ഈ ഐക്കണുള്ള ഈ ഭാഗം, ദിസ് പാർട്ട് ഈസ് കോൾഡ് ഇസ്തമസ്. ഇനി ഇതിൻ്റെ ബെൻഡ് ആയിട്ടുള്ള ഈ ഭാഗത്തിന് ആംപുള്ള എന്ന് പറയും. സോ ദിസ് ഈസ് ഇസ്തമസ്, ദിസ് ഈസ് ആംപുള്ള. ഇതിനൊരു പ്രത്യേകത ഉള്ളത്, ഈ ഇസ്തമസ് ആംപുള്ള റീജിയൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് സാധാരണഗതിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കുക. അതായത് സ്പേമും എഗ്ഗും തമ്മിൽ കൂടിച്ചേരുക. ഈ ഓവറിയിൽ നിന്നും റിലീസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന, ഓവുലേഷൻ വഴി പുറത്തേക്ക് വരുന്ന എഗ്ഗ് ഇതുവഴിയാണ് ഇങ്ങനെ പോവുക. ഇതുവഴി ഇങ്ങനെ പോയി യൂട്രസിനകത്ത് കടന്ന് സാധാരണത്തിൽ സെർവിക്സ് വഴി വജൈന വഴി പുറത്തേക്ക് പോകും.
അപ്പോൾ ചിലപ്പോൾ സ്പേമും അതുവഴി എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സ്പേമും എഗ്ഗും തമ്മിൽ കൂടിച്ചേരുന്നത് ഈ ഇസ്തമസ് ആംപുള്ള റീജിയൻ്റെ ഇടയിൽ വെച്ചിട്ടാണ്. ഇസ്തമസ് ആംപുള്ളർ റീജിയനിൽ വെച്ചിട്ടാണ് സാധാരണത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കും. മനുഷ്യനിൽ എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയേണ്ടത് ഫെല്ലോപ്പിയൻ ട്യൂബ്യൂളിൽ ഇസ്തമസ് ആംപുള്ളറി റീജിയനിൽ വെച്ചിട്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദി സ്ട്രക്ചർ ഓഫ് ദി യൂട്രസ്. ഈ ഫെല്ലോപ്പിയൻ ട്യൂബ്യൂളിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഫെല്ലോപ്പിയൻ ട്യൂബ്യൂളിൻ്റെ ഉൾവശം, ഇതാണ് ഫെല്ലോപ്പിയൻ ട്യൂബ്യൂളിൻ്റെ കുറച്ചും കൂടി എൻലാർജ്ഡ് ഫിഗർ. ഈ ഫെല്ലോപ്പിയൻ ട്യൂബ്യൂളിൻ്റെ ഉൾവശം നമുക്ക് ധാരാളം ഹെയറി സെൽസ് കാണാം, സീലറി സെൽസ് കാണാം. പിന്നെ അത്ര ചിത്രത്തിൽ ക്ലിയർ ഒന്നുമില്ല. സീലറി സെൽസ് കാണും ഇതിൻ്റെ ഉൾഭാഗത്ത്. മാത്രമല്ല ഇതിനകത്തൊരു ഫ്ലൂയിഡും കൂടിയുണ്ട്. അപ്പം ഈ സീലറി സെൽസ് ബീറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡിൽ ഒരു ഒഴുക്കുണ്ടാവും. ഈ ഒഴുക്കിലൂടെ പെട്ടിട്ടാണ് എഗ്ഗ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഫെല്ലോപ്പിയൻ ട്യൂബിളിൻ്റെ ഉള്ളിൽ ഭിത്തിയിൽ നമുക്ക് സീലറി സെൽസ് കാണാം. അതുപോലെ തന്നെ ഇതിനകത്തൊരു ഫ്ലൂയിഡും കൂടി ഉണ്ട്, ഫെല്ലോപ്പിയൻ ഫ്ലൂയിഡ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഈ ഹെയറി സെൽസ് ഇങ്ങനെ ഒരു ബീറ്റിംഗ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡിനകത്തൊരു ഫ്ലോ ഉണ്ടാകും. ആ ഫ്ലോയിൽ പെട്ടിട്ടാണ് ഓവം ഇങ്ങനെ ഇതിനകത്തൂടെ സഞ്ചരിക്കുക. സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ദ ഫെല്ലോപ്പിയൻ ട്യൂബ്യൂൾ. ഓക്കെ, ഇത് പിന്നീട് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ കംപ്ലീറ്റ് ഫിഗറാണ്. അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ്, പരിച്ഛേദമാണ്. ഇതാണ് വജൈനൽ പാർട്ട്. ഇത് വജൈനൽ പാർട്ട് യൂട്രസിലേക്ക് പോകുന്നു. ഇവിടെ ഫീമെയിൽ മറ്റൊരു ഓപ്പണിംഗ് ഉണ്ട്. ദിസ് ഈസ് യൂറിനൽ ഓപ്പണിംഗ്. ഓക്കെ, യൂറിനൽ ബ്ലാഡർ ആയത്. പിന്നെ ഇത് ആനസ്, ഇത് ഏനൽ റീജിയൻ, ഇത് വൻകുടലിലേക്കാണ് പോകുന്നത്. അപ്പം ഫീമെയിലിൽ ശരിക്കും, മെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പെനിസ് വഴി തന്നെയാണ് സ്പേമും അതുപോലെ തന്നെ യൂറിനും പോകുന്നത്. പക്ഷേ ഫീമെയിലിൽ അങ്ങനെയല്ല. ഫീമെയിലിൽ ഗാമീറ്റ്സ് ആയിട്ടുള്ള എഗ്ഗ് പുറത്തേക്ക് എത്തിക്കാൻ വജൈനൽ ഓപ്പണിംഗ് ഉണ്ട്, എന്നാൽ യൂറിൻ പുറത്തേക്ക് എത്തിക്കാൻ യൂറിനൽ ഓപ്പണിംഗ് ഉണ്ട്. രണ്ട് സെപ്പറേറ്റ് ഓപ്പണിംഗ് ഉണ്ട്. സോ ദർ ഈസ് എ ഡിഫറൻസസ് ഇൻ ദി മെയിൽ ആസ് വെൽ ആസ് ഫീമെയിൽ പാർട്ട്. ഓക്കെ, ഓക്കെ. നൗ ദിസ് പിക്ചർ ഇസ് നത്തിങ്, നേരത്തെ കണ്ട അതേ പിക്ചർ തന്നെയാണ്. ഇറ്റ്സ് എ ക്രോസ് സെക്ഷൻ ഓഫ് ദി ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. നമുക്കിനി പഠിക്കേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പറയുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ജെനിറ്റാലിയ ആസ് വെൽ എസ് ഇൻറ്റേർണൽ ജെനിറ്റാലിയ, ഇങ്ങനെ രണ്ട് പാർട്ടുണ്ട്. അതായത് ഒരു റിപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ശരീരത്തിന് പുറമേ കാണുന്ന ഭാഗം എക്സ്റ്റേണൽ പാർട്ട്, ശരീരത്തിനകത്ത് കാണുന്ന റിപ്രൊഡക്റ്റീവ് പാർട്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻറ്റേർണൽ പാർട്ട് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ജെനിറ്റാലിയ. നമ്മൾ മെയിലിൽ പറഞ്ഞു എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് പെനിസ് അതുപോലെ തന്നെ സ്ക്രോട്ടം പോലുള്ള ഭാഗങ്ങളാണ്. ഫീമെയിലാണെങ്കിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് ഈസ് ദി എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഓഫ് ദ ഫീമെയിൽ. ഫീമെയിൽസിൻ്റെ പിന്നെ റിപ്രൊഡക്റ്റീവ് പാർട്ടിന് പുറമേ നിന്ന് കാണുന്ന ഭാഗങ്ങളാണ്. എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഓഫ് ദ ഫീമെയിൽ ഇൻക്ലൂഡ്സ് മെയിൻലി 4 or 5 parts. One is called mons pubis. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് one part is called mons pubis. Second part is called labia majora. Third part is called labia minora. Fourth part is called hymen. And fifth part is called clitoris. ഓക്കെ, എന്താ മോൺസ് പിബിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് മോൺസ് പിബിസ്. ഈ ഫ്ലഷി ആയിട്ടുള്ള ഫാറ്റി ആയിട്ടുള്ള റീജിയനെയാണ് നമ്മൾ മോൺസ് പിബിസ് എന്ന് വിളിക്കുന്നത്. ഇത് ഹെയറി ഒക്കെ ആയിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള ഒരു പാർട്ടാണ്, ദാറ്റ് ഈസ് മോൺസ് പിബിസ്. ഈ മോൺസ് പിബിസിൽ 2 പാർട്ട് കാണാം. ഒന്ന് ഇതാ ഇവിടെ പുറമേക്ക് നമുക്ക് കാണാം ഒരു പാർട്ട്, ഇവിടെ 2 വശങ്ങളിലും ഇതിനെ കവർ ചെയ്തുകൊണ്ടൊരു കുറച്ചും കൂടെ ഫ്ലഷി ആയിട്ട് ഹെയറി ആയിട്ടുള്ള റീജിയൻ കാണാം. ഇത് മൊത്തത്തിലാണ് മോൺസ് പിബിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറമേ കാണുന്ന പാളി, ഞാൻ ഈ ഐക്കൺ പോകുന്ന ഈ പുറമേ കാണുന്ന പാളി, ദറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലേബിയ മെജോറ. ഈ ലേബിയ മെജോറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിക്കാണ്, ഫാറ്റാണ്, ഹെയറിയാണ്. എന്നാൽ ഇതിനകത്ത് കുറച്ചും കൂടെ തിന്നായിട്ടുള്ളൊരു പാളി കാണാം. ഈ തിന്നായിട്ടുള്ള പാളി നമ്മൾ ലേബിയ മൈനോറ എന്ന് പറയുന്നത്, അതിൻ്റെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ലേബിയ മൈനോറ എന്ന് പറയുന്നത് അത് തിന്നാണ്, ലെസ് ഫാറ്റിയാണ്, കൊഴുപ്പ് കുറഞ്ഞതാണ്. ഈ 2 പാർട്ടാണ് ഈ മോൺസ് പിബിസ് എന്ന് പറയുന്ന പാർട്ടിനെ മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ഓപ്പണിംഗ് കാണാം. ഈ ഓപ്പണിംഗ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് വജൈനൽ ഓപ്പണിംഗ്. നേരത്തെ കണ്ടില്ല, ഈ വജൈനയിലൂടെയാണ് യൂട്രസിലേക്ക് പോകുന്നത്, വജൈനൽ ഓപ്പണിംഗ്. ഈ വജൈനൽ ഓപ്പണിങ്ങിന് മുകളിലായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് കാണാം, അത് യൂറിനൽ ഓപ്പണിംഗ് ആണ്, യൂറിത്ര എന്ന് പറയും, യൂറിനൽ ഓപ്പണിംഗ്. ഇതിന് ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു സ്ട്രക്ചർ കാണാം. ഇവിടെ ഒരു ചെറിയൊരു മസ്കുലാർ പ്രൊജക്ഷൻസ് കാണാം. ആ മസ്കുലാർ പ്രൊജക്ഷൻസിനെ ക്ലിറ്റോറിസ് എന്നാണ് പറയുക. ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്മോൾ മസ്കുലാർ പ്രൊജക്ഷനാണ്. അത് ഫീമെയിൽസിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സോ സെൻസിറ്റീവ്, ഇറ്റ് ഇവോക്സ് സെക്ഷൽ ഫീലിംഗ്. ഫീമെയിൽസിൽ
സെക്ഷൽ ഫീലിംഗ് ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരു പാർട്ടാണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സോ സെൻസിറ്റീവാണ്. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് സെക്ഷൽ ഫീലിംഗ് ഇൻ ഫീമെയിൽ. പിന്നെ ഒരു പാർട്ട് നമുക്ക് പഠിക്കേണ്ടത് ഹൈമൻ എന്ന് പറയുന്നൊരു പാർട്ടാണ്. ഹൈമൻ എന്ന് പറഞ്ഞാൽ ഈ വജൈനയുടെ ഉൾഭാഗത്ത് നമ്മൾ നേരത്തെ പഠിച്ച യൂട്രസിൻ്റെ അടിഭാഗം എന്താണ് വിളിക്കുക? യൂട്രസിൻ്റെ സെർവിക്സിന് താഴെയായിട്ട് വജൈനസ് ട്യൂബ്, ഈ ട്യൂബിൻ്റെ ഉൾവശം ഒരു ലെയർ കൊണ്ട് അടച്ചിരിക്കും, സാധാരണ സീൽ ചെയ്തിരിക്കും. വജൈനയുടെ ഉൾവശം ഒരു ലെയർ കൊണ്ട് സീൽ ചെയ്തിരിക്കുന്ന ലെയർ എന്ന് പറയുന്നത് കട്ടിയുള്ള സ്കിന്നൊന്നുമല്ല, മറിച്ച് മ്യൂക്കസ് കൊണ്ടുള്ള ലെയറാണ് ഹൈമൻ. ഈ മ്യൂക്കസ് കൊണ്ടുള്ള ലെയർ, ഹൈമൻ എന്ന് പറയുന്ന ലെയർ കൊണ്ട് വജൈനയിലേക്കുള്ള വഴി അടച്ചിരിക്കുകയാണ്. അപ്പം സാധാരണ ഇതിൽ ഹൈമൻ പെൺകുട്ടികളുണ്ടാവും. പക്ഷേ ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ, ആദ്യത്തെ ലൈംഗിക ബന്ധത്തിൽ എന്ന് വേണം പറയാം, ഹൈമൻ പൊട്ടുക എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റീവ് ലെയർ. അപ്പോൾ ഹൈമൻ പൊട്ടും, ബ്ലീഡിങ് മറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ പിറകിൽ കുറേ മിസ്കൺസെപ്റ്റുകളുണ്ട്. ഹൈമൻ പൊട്ടിക്കഴിഞ്ഞാൽ, ഹൈമൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കന്യാചർമ്മം എന്ന് പറയും, ഹൈമൻ പൊട്ടിക്കഴിഞ്ഞാൽ സ്ത്രീ ചെയ്തയാണ്, നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് നേരത്തെ നടത്തിയിട്ടുണ്ടെന്നൊക്കെയുള്ള ചിന്ത പണ്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് ഡിവോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു നോൺസെൻസ് ഫിനോമിനയാണ്, മിസ്കൺസെപ്റ്റാണ്, തെറ്റായ ചിന്തയാണ്. കാരണം ഹൈമൻ എന്ന് പറയുന്ന കവറിങ് വളരെ തിന്നായിട്ടൊരു കവറിങ് ആണ്, മ്യൂക്കസ് കൊണ്ടുള്ള ഒരു കവറിങ് ആണ്. അത് എനി ടൈം അത് പൊട്ടിപ്പോകാം. പ്രത്യേകിച്ചും പഴയകാലത്തെ പോലെ എല്ലാ സ്ത്രീകളും, ഇന്ന് പെൺകുട്ടികളും അവർ പലതരം ആണുങ്ങളെ പോലെ തന്നെ പലതരം വർക്കുകളിലും, സ്പോർട്സ് ഐറ്റംസ് ആവട്ടെ, അല്ലെങ്കിൽ എക്സസൈസ് ആവട്ടെ, അതുപോലെ ഒരുപാട് ഹാർഡ് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഹാർഡ് വർക്കുകളിൽ ഏർപ്പെടുമ്പോൾ ഹൈമൻ എനി ടൈം പൊട്ടിപ്പോകാം. അങ്ങനെ ഹൈമൻ പൊട്ടിപ്പോയതുകൊണ്ട് അവൾ ചീത്തയാണെന്നോ അല്ലെങ്കിൽ വെർജിൻ അല്ല എന്നോ ഒന്നും പറയാൻ പറ്റില്ല. സോ പണ്ട് കാലത്ത് ഹൈമൻ വെർജിനിറ്റിയുടെ സിമ്പിളായിട്ട് കരുതി. വെർജിനിറ്റി എന്ന് പറഞ്ഞാൽ കന്യകാത്വത്തിൽ സിമ്പിളായിട്ട് കരുതിയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ കരുതാൻ പാടില്ല. കാരണം അത് ഒരു തിൻ മെമ്പറിനാണ്. ഇറ്റ് ക്യാൻ ഈസിലി ബ്രേക്ക് അറ്റ് എനി ടൈം. ഓക്കെ, സോ ഇത് എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ മറ്റൊരു ചിത്രമാണ്. നേരത്തെ കാണിച്ച ചിത്രം തന്നെയാണ്. മോൺസ് പിബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, വജൈനൽ ഓപ്പണിംഗ്, ദെൻ ക്ലിറ്റോറിസ്. ഓക്കെ, ഇത്രയായിക്കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം അവിടെ അവസാനിക്കുകയാണ്. നല്ല നോളജ് ഉണ്ടാവണം റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ച്, എങ്കിൽ മാത്രമേ തുടർന്നുള്ള ഭാഗങ്ങൾ ശരിക്കും മനസ്സിലാവുകയുള്ളൂ. സോ മെയിൽ റിപ്രൊഡക്റ്റീവ് ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ച് യു ഷുഡ് ഹാവ് എ വെരി ഗുഡ് നോളജ്, തറോ നോളജ്. എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് അറ്റ് എനി ടൈം. ഓക്കെ, സമയം കളയുന്നില്ല, നമ്മൾ അടുത്തൊരു പോർഷനിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ്. അപ്പോൾ നമ്മളിപ്പോൾ സെക്സ് ഓർഗൻസിനെ കുറിച്ച് പഠിച്ചു. ഇനി സെക്സ് ഓർഗൻസ് എന്താ ഉൽപ്പാദിപ്പിക്കുക? ഗമീറ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുക, അല്ലേ? ഇപ്പോൾ മെയിൽ സെക്സ് ഓർഗൻസ് ആയിട്ടുള്ള ടെസ്റ്റിസ് വിൽ പ്രൊഡ്യൂസ് സ്പേം, ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആയിട്ടുള്ള ഓവറി വിൽ പ്രൊഡ്യൂസ് എഗ് അല്ലെങ്കിൽ ഓവം. അപ്പം സെക്സ് ഓർഗൻസിൽ നിന്നും ഗമീറ്റുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ഗാമിറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗാമിറ്റ് ഈസ് കോൾഡ് ഗാമിറ്റോജെനിസിസ്. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗാമിറ്റ് ഈസ് കോൾഡ് ഗാമിറ്റോജെനിസിസ്. രണ്ട് തരം ഗാമീറ്റ് ഉണ്ടല്ലോ, സ്പേം ഉണ്ട്. ഇപ്പോൾ സ്പേമിൻ്റെ ഫോർമേഷൻ നമുക്ക് എന്താ പറയാം? സ്പെർമറ്റോജെനിസിസ് എന്ന് പറയും. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം ഈസ് കോൾഡ് സ്പെർമറ്റോജെനിസിസ്. ആൻഡ് ദ പ്രോസസ് ഓഫ് formation of ovum is called oogenesis. The process of formation of ovum is called oogenesis. അപ്പോൾ രണ്ട് ഗാമറ്റോജെനിസിസ് ഉണ്ട്. ദാറ്റ് ഈസ് സ്പെർമറ്റോജെനിസിസ് ആസ് വെൽ ആസ് oogenesis. നമ്മളിവിടെ തൽക്കാലം ഇപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്പെർമറ്റോജെനിസിസ് ആണ്. ശ്രദ്ധിക്കുക, 3 സ്റ്റെപ്പാണ് കാര്യമായിട്ടുള്ളത്. എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? നമുക്കറിയാം, ടെസ്റ്റിസിനകത്ത് കുറേ സ്പെർമറ്റോഗോണിയൽ സെൽസ് ഉണ്ട്, അല്ലേ? ടെസ്റ്റിസിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് കുറേ സ്പെർമറ്റോഗോണിയൽ സെൽസ് ഉണ്ട്. ഈ സ്പെർമറ്റോഗോണിയൽ സെൽസ് ഇതെവിടെ കാണാം? ഈ സ്പെർമറ്റോഗോണിയൽ സെൽസ് മൈറ്റോസിസ് നടത്തും. ഈ സെല്ലുകൾ അണ്ടർഗോ മൈറ്റോസിസ്. അങ്ങനെ മൈറ്റോസിസ് വഴി ഉണ്ടാകുന്ന കോശങ്ങൾ, കുറേ പുതിയ കോശങ്ങളുണ്ടാകും. ആ പുതിയ കോശങ്ങളെയാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ്. ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് പിന്നീട് മിയോസിസ് നടത്തും. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് മിയോസിസ് 2 ടൈപ്പ് ഉണ്ട്, മിയോസിസ് 1 and 2. അപ്പോൾ അതിൽ ആദ്യത്തെ മിയോസിസ് നടത്തും, മിയോസിസ് 1 നടത്തും. മിയോസിസ് 1 നടത്തുമ്പോൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നവയെ നമ്മൾ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് എന്ന് പറയാം. ഒന്നുകൂടെ പറയാം, മുകളിൽ സ്പെർമറ്റോഗോണിയൽ സെൽസ്, അത് മൈറ്റോസ് വഴി കുറേ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ആയിട്ട് മാറും. ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സിൽ മിയോസിസ് 1 നടത്തുമ്പോൾ
ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് ആയിട്ട് മാറും. ഇനി എന്ത് ചെയ്യുന്നു? ഈ ഓരോ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സും മിയോസിസ് 2 വിധേയമാകുമ്പോൾ ഓരോന്നും ഈ 2 വീതം പുതിയ സെൽസ് എന്ന ദാറ്റ് സെൽ ഈസ് കോൾഡ് സ്പെർമാറ്റിഡ്. അപ്പോൾ അങ്ങനെ ആകെ മൊത്തം എത്ര സ്പെർമാറ്റിഡ് കിട്ടി? 4. കാരണം ഇത് 2 മാറുന്നു, ഇത് 2 മാറും. സോ വി ആർ ഗെറ്റിംഗ് ടോട്ടലി 4 സ്പെർമാറ്റിഡ്. ഈ ഫിനോമിനയാണ് സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. എത്ര വരെ? സ്പെർമാറ്റിഡ് ഉണ്ടാവുന്നത് വരെയാണ് നമ്മൾ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ, spermatogonial cells undergo mitosis to form primary spermatocytes. Primary spermatocytes undergo meiosis 1, 2 secondary spermatocytes. ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് undergo meiosis 2, നമുക്ക് 4 സ്പെർമാറ്റിഡ് കിട്ടും. ഈ സ്പെർമാറ്റിഡ് എന്ന് പറഞ്ഞാൽ റൗണ്ട് സെല്ലാണ്. ഈ റൗണ്ട് സെല്ല് അല്ല സ്പേം, അതിന് പിന്നെ കുറേ രൂപമാറ്റമൊക്കെ വരുത്തിയിട്ടാണ് സ്പേമായിട്ട് മാറുക. അപ്പോൾ സ്പെർമാറ്റിഡ് പിന്നീട് കുറേ സമയത്തിന് ശേഷം രൂപമാറ്റമൊക്കെ വന്നിട്ട് മോർഫോളജിക്കൽ ചേഞ്ചസ് ഒക്കെ വന്നിട്ട് തലയും വാലും കഴുത്തൊക്കെയുള്ള ഒരു സ്പേമായിട്ട് മാറും. സോ സ്പെർമാറ്റിഡ് സ്പേമായി മാറുന്ന പ്രോസസ്സിനെ സ്പെർമിയോജെനിസിസ് എന്നാണ് പറയുക. സ്പെർമിയോജെനിസിസ്. ഓക്കെ, ഇത് രണ്ടും മാറിപ്പോയത്. ഇതിൻ്റെ തന്നെ മറ്റൊരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദ സെയിം പിക്ചർ. ഓക്കെ, സ്പെർമറ്റോജെനിസിസ്, മൈറ്റോസിസ്, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്, ദെൻ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്, ദെൻ സ്പെർമാറ്റിഡ്, ദെൻ അവസാനം സ്പേം അല്ലെങ്കിൽ സ്പെർമറ്റോസോവ. ഓക്കെ, സമയം കളയുന്നില്ല. ഇതേപോലെ തന്നെയാണ് ഊജെനിസിസും. ചെറിയ ചില വ്യത്യാസങ്ങളേ ഉള്ളൂ. ഊജെനിസിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓവം. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് സ്പെർമറ്റോഗോണിയൽ സെൽസ്, ഇവിടെ ഊഗോണിയൽ സെൽസ് അല്ലെങ്കിൽ ഒവേറിയൻ ഫോളിക്കൽ സെൽസ്. ഇവ മൈറ്റോസിസ് നടത്തിയിട്ട് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ഉണ്ടാവും. പ്രൈമറി യൂസൈറ്റ് ഉണ്ടാവും. ഈ പ്രൈമറി യൂസൈറ്റ് ഫസ്റ്റ് മിയോസിസ് നടത്തുമ്പോൾ നോക്കിക്കോ, ഇവിടെ വ്യത്യാസം. പ്രൈമറി ഊസൈറ്റ് അണ്ടർഗോ ഫസ്റ്റ് മിയോസിസ് ടു ഫോം 2 അൺഈക്വൽ സെൽസ്. നേരത്തെ പോലെ ഈക്വൽ അല്ല, 2 അൺഈക്വൽ സെൽസ്. ഒരു നോർമൽ സെല്ലും ഒരു ചെറിയ സെല്ലും. ദിസ് നോർമൽ സെൽ ഈസ് കോൾഡ് സെക്കൻഡറി യൂസൈറ്റ്. ആൻഡ് ദി സ്മോൾ സെൽ ഈസ് കോൾഡ് polar body, first polar body. This small cell is called first polar body. Okay, now secondary oocyte undergo meiosis 2. meiosis 2 നടത്തുമ്പോൾ വീണ്ടും 2 അൺഈക്വൽ സെൽസ് ഉണ്ട്. ഒരു നോർമൽ സെൽസിന്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഊറ്റിഡ് ഓർ ഓവം, മറ്റേത് പോളാർ ബോഡി. ഇനി നേരത്തെ പോളാർ ബോഡിയും 2 ഡിവൈഡ് ചെയ്യും. അങ്ങനെ മൊത്തം ഒരു ഓവവും 3 പോളാർ ബോഡിയും കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് oogenesis. എന്നോട് പറയാം, oogenesis, the process of formation of ovum is called oogenesis. ഊഗോണിയൽ സെൽസ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓവറിയും ഫോളിക്കൽ സെൽസിനാണ് ഊഗോണിയൽ സെൽസ് എന്ന് പറയുന്നത്. അത് മൈറ്റോസിസ് നടത്തിയിട്ട് പ്രൈമറി യൂസൈറ്റ് ഉണ്ടാവും. പ്രൈമറി യൂസൈറ്റ് പിന്നീട് മിയോസിസ് 1 നടത്തിയിട്ട് ഒരു സെക്കൻഡറി യൂസൈറ്റും ഒരു പോളാർ ബോഡി ഉണ്ടാവും. ഈ സെക്കൻഡറി യൂസൈറ്റ് വീണ്ടും മിയോസിസ് 2 വിധേയമാകുമ്പോൾ വീണ്ടും ഒരു ഓവവും ഒരു പോളാർ ബോഡി ഉണ്ടാവും, സെക്കൻഡ് പോളാർ ബോഡി. പിന്നീട് നേരത്തെ കണ്ട ഫസ്റ്റ് പോളാർ ബോഡി വീണ്ടും മിയോസിസ് 2, അതും മിയോസിസ് 2 വിധേയമാകുമ്പോൾ അതും പോളാർ ബോഡി ഫോം ചെയ്യും. അങ്ങനെ മൊത്തം 3 പോളാർ ബോഡിയും ഒരു റിയൽ ഓവവും കിട്ടുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് oogenesis. ഇത് വരച്ച് പഠിക്കണം, രണ്ടും കാണാതെ വരക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് oogenesis ആസ് വെൽ as spermatogenesis, ജനറലി സ്പീക്കിംഗ് gametogenesis. ക്ലിയർ? ഇത് oogenesisൻ്റെ മറ്റൊരു പിക്ചർ മാത്രമേ ഉള്ളൂ. ദ സെയിം തിങ്, മറ്റൊരു സംഗതി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം കാണാമെന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആൺകുട്ടികളിൽ ഈ സ്പേം ഫോർമേഷൻ ഉണ്ടാവുന്നത് ഓൺലി വെൻ ഹി ബിക്കം ദ അഡോളസൻസ് ഏജ്. ആൺകുട്ടികൾ അഡോളസൻസ് ഏജ് ആകുമ്പോൾ മാത്രമാണ് സ്പെർമറ്റോജെനിസിസ് ആകുക. പക്ഷേ പെൺകുട്ടികളുടെ കേസിൽ അങ്ങനെയല്ല. പെൺകുട്ടികളുടെ കേസിൽ ഒരു പെൺകുട്ടി ജനിക്കുമ്പം തന്നെ, ബർത്തിൻ്റെ സമയത്ത് തന്നെ അവളുടെ ശരീരത്തിനകത്ത് പ്രൈമറി സ്പെർമറ്റോ സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക. അവൾ ജനിക്കുന്ന സമയത്ത് ഉണ്ടാവുക. എന്നിട്ടോ സ്പെർമറ്റോസൈറ്റ്സല്ലോ പ്രൈമറി ഊസൈറ്റ് സ്റ്റേജിലാണ് ഉണ്ടാവുക. ജനിക്കുമ്പോൾ തന്നെ അവളുടെ ശരീരത്തിൽ പ്രൈമറി ഊസൈറ്റ്സ് ആണ് ബർത്ത്. പിന്നീട് പ്രൈമറി ഊസൈറ്റ് സ്റ്റേജിൽ നിന്നും എപ്പോഴാണ് പിന്നെ സെക്കൻഡറി ഊസൈറ്റ് ആവുക? അവൾ സെക്ഷലി പ്രായപൂർത്തിയാകുമ്പോൾ, സെക്ഷലി മെച്യൂർ ആകുമ്പോൾ മാത്രമാണ്. അത്രയും വർഷം, ചിലപ്പോൾ ഒരു 10-13 വർഷം ഈ പ്രൈമറി യൂസൈറ്റ് ഇങ്ങനെ ഒരു നിദ്രാവസ്ഥയിൽ കിടക്കും. എന്നിട്ട് അവളൊരു കൗമാര പ്രായത്തിലെത്തുമ്പോൾ ഈ പ്രൈമറി യൂസൈറ്റ് ഫസ്റ്റ് മിയോസിസ് നടത്തിയിട്ട് സെക്കൻഡറി യൂസൈറ്റ് ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാവും. പിന്നീട് ആസ് യൂഷ്വൽ സെക്കൻഡറി യൂസൈറ്റ് അതിൻ്റെ സെക്കൻഡ് മിയോസിസ് നടത്തിയിട്ട് ഓവം ഉണ്ടാവും. ഓവം പിന്നീട് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ കാണുന്നില്ല, പീരിയഡ്സ്, മെൻസസ് ആകുമെന്ന് പറയുന്നത് ഓവം പുറത്തേക്ക് പോകും ഓവുലേഷൻ നടത്തിയിട്ട്.
അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. അപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ആൺകുട്ടികളിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത് കൗമാരപ്രായത്തിലെത്തിയതിന് ശേഷം മാത്രമാണ്. എന്നാൽ പെൺകുട്ടികളിൽ ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് അവിടെ ജനിക്കുമ്പം തന്നെ ഓവമായിട്ടാണ് ജനിക്കുന്നത്, ബർത്ത് വരെ. പക്ഷേ ആ ഓവത്തിൻ്റെ ബാക്കിയുള്ള സ്റ്റേജ്, ഏത് സ്റ്റേജാണ്? പ്രൈമറി യൂസൈറ്റ് സ്റ്റേജ്. ബാക്കിയുള്ള സ്റ്റേജ് അവളിൽ കണ്ടിന്യൂ ചെയ്യുന്നത് അവൾ കൗമാരപ്രായത്തിലെത്തിയതിന് ശേഷം മാത്രമാണ്. ഓക്കെ, ഇതൊക്കെ ഹോർമോണൽ ഫിനോമിനയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ്